നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. 2025 പുതുവർഷവുമായി ബന്ധപ്പെട്ട ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലം ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ ഈ പുതുവർഷത്തിൽ കൂടുതലായും ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. സാമ്പത്തികപരമായ ഉയർച്ച അഥവാ ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് അല്പം കൂടുതലായി പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2025. ആ നക്ഷത്രക്കാർ ഇവരാണ്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർക്ക് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം ധനപരമായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പ്രതീക്ഷിച്ച വേഗത്തിൽ തന്നെ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ചില പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ധനപരമായ ഉയർച്ച വന്നു ചേരാം. പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക, ധനപരമായി ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുക, സ്ഥാനലബ്ധി ലഭിക്കുക, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനമായും നേരിട്ടിരുന്നതായ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലൂടെയും ധനം സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായ നേട്ടങ്ങൾ, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. മകീരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തികമായ പുരോഗതി പ്രതീക്ഷിക്കാം. വ്യാപാരവുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾ വന്നു ചേരാം. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം പ്രധാനമായും ധനം കൈകളിലേക്ക് വന്നു ചേരണം എന്ന ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ശുഭപ്രതീക്ഷകളോടെ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാനും സഹായകരമാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ വർഷം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, സഹായമായി പണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതായ വർഷമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. പ്രധാനമായും ഉണ്ടായിരുന്നതായ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരും. 2025 സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മോശമാകാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. പല ദുരിതപൂർണമായ അവസ്ഥ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ കൈകളിലേക്ക് പണം വന്നു ചേരാത്തതായ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇത്. കൂടാതെ സഹായധനം ലഭിക്കുക, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, വളരെ കാലമായി ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പണം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് 2025. തിരുവാതിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്.
വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷമായി 2025 മാറും. ആസൂത്രണ മികവോടെ തന്നെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉന്നത പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ആദായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദുർവാസനകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയം നേടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനം തടസ്സങ്ങൾ കൂടാതെ കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സമയമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. 2025 ധനപരമായ ഉയർച്ച വന്നു ചേരാവുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബ വസ്തുക്കളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ അനുരഞ്ജനത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. വസ്തു വിൽപ്പനയിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായും ബിസിനസ് പരമായും മുന്നേറുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയും അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഊർജം സമ്മാനിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. ധനവിനിയോഗം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതയും ജോലി മാറാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ ഒരു സമയം തന്നെയാകുന്നു. ഉത്രാട നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ 2025 ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ വഴികൾ തുറന്ന് ലഭിക്കാം. നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുക. ആവശ്യങ്ങൾക്കുള്ള പണം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. വളരെ കാലമായി ലഭിക്കാനുണ്ടായിരുന്ന ധനം ലഭിക്കുകയോ കൈവായ്പകൾ തിരികെ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ജോലി ലഭിക്കാനോ ജോലി മാറാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരാട നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളുടെ ഒരു കാലമായി തന്നെ 2025 മാറുന്നതാകുന്നു. ജോലി ലഭിക്കുകയോ ജോലി മാറുകയോ ചെയ്യാം. കൂടാതെ അലച്ചിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച നേടുക, തന്മൂലം ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുകയും പ്രതീക്ഷിക്കാത്തതായ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സമയമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും 2025 കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ആദായം വർദ്ധിക്കാം. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനം വന്നു ചേരുന്നതായ സാഹചര്യമാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ അകന്ന് പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകളിൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. പൊതുവിൽ 2005 അല്പം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാം.